ശിവരാജ് ഗോകുൽ ഇവിടെ കെ സുരേന്ദ്രൻ പറയുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആരും പാലക്കാട് കരൾ തടയാനുണ്ടായിട്ടില്ല. ശക്തമായ നടപടി സംഭവത്തിൽ വേണം. ഗൂഢാലോചന സംശയിക്കുന്നു. BJP വിട്ടുപോയവർ അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കണം. എന്തുകൊണ്ടാണ് ശിവരാജ് ഗോകുൽ ഈ സംഭവത്തെ അങ്ങേയറ്റം നീചമായ കുറച്ച് UP സ്കൂൾ കുട്ടികൾ അവിടെ ഈ പറഞ്ഞ സാന്റാക്ലോസിന്റെ വേഷം ഇട്ടുകൊണ്ട് സന്തോഷിക്കുന്നത് പോലും കണ്ട് ചൊറി വന്ന അവിടെ പോയി അക്രമം കാണിക്കുന്ന ഈ നീചമായ VHP ജില്ലാ നേതൃത്വത്തിന്റെ പ്രവൃത്തിയെ നിരുപാധികം തള്ളിപ്പറയാൻ കെ സുരേന്ദ്രന് കഴിയാത്ത എന്താണ്? കെ സുരേന്ദ്രൻ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അവാസ്തവമല്ലേ, നുണയല്ലേ യുവരാജ് ഗോകുൽ? ശ്രീ ഹാഷ്മി, ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെ ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഉൾപ്പെടെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അത് ഈവൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളുകളിൽ പോലും അത്തരം ആഘോഷങ്ങളും അത്തരം ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൊടുക്കലുകളും ഒക്കെ കാലങ്ങളായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ വർഷം ആദ്യമായിട്ടോ അല്ലെങ്കിൽ BJP സ്നേഹയാത്ര തുടങ്ങിയതിന് ശേഷവും തുടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സൊന്നുമല്ല, അത് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾ കരോള് വേഷമൊക്കെ ഇട്ട് സാന്താക്ലോസിൻ്റെ വേഷമൊക്കെ ഇട്ട് അത് ആഘോഷിക്കുന്നു, അത്തരത്തിലുള്ളൊരു കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ച മാത്രമായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. അതിനെതിരായിട്ട് ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നീചവും നിന്ദ്യവുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് BJPക്ക് യാതൊരു മടിയും ഇല്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഔദ്യോഗികമായിട്ട് BJPയുടെയോ സംഘപരിവാറിൻ്റെയോ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെ തള്ളിപ്പറയുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇതിൻ്റെ പുറകിലില്ല. ഏതെങ്കിലും 2-3 പേര് എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കാണിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓൺ ചെയ്യേണ്ടുന്നതിൻ്റെതായിട്ടുള്ളൊരു ബാധ്യതയില്ല. അതിനെ സംഘടനാപരമായിട്ട് യാതൊരു തരത്തിലുള്ള സംരക്ഷണം കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ല, അങ്ങനെയല്ലെന്ന്. ഉത്തരവാദിത്തപ്പെട്ട ആരും പങ്കെടുത്തിട്ടില്ല. ഇത് നിരുപാധികം തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ നീചമായ പണിയാണ്, നികൃഷ്ടമായ പണിയാണ്. ഏത് സംഘപരിവാർ സംഘടനയായാലും ഞങ്ങളുടെ ഏത് സഹോദര സംഘടനയാണെങ്കിലും ഈ പണി കേരളത്തിൽ കാണിച്ചുകൂടാ, മറ്റെവിടെങ്കിലും പോയി കാണിച്ചോ, കേരളത്തിൽ കാണിച്ചുകൂടാ എന്നല്ലേ പറയേണ്ടത്? ഇത് കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? ഉത്തരവാദിത്തപ്പെട്ട ആരും അതിലില്ല എന്നാണ് പറയുന്നത്. അതിൽ പോയ ഒരു മഹാൻ ഈ VHPയുടെ ജില്ലാ നേതാവാണ്, ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തോ ആണ്. രണ്ടാമത്തെ മഹാൻ VHPയുടെ യുവജന സംഘടന ബജരംഗ് ദളിന്റെ അവിടുത്തെ ജില്ലാ നേതാവാണ്. മൂന്നാമത്തെ മഹാൻ VHPയുടെ അവിടുത്തെ പഞ്ചായത്ത് നേതാവാണ്. ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? സംഘപരിവാർ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ഈ 3 പേരും? വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞോ ഹാഷ്മി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞോ? ഇതൊക്കെയാണ് ഇവരുടെ ഉത്തരവാദിത്വം, ഇതൊക്കെയാണ് ഇവരുടെ ചുമതല എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വം നിങ്ങളോട് പറഞ്ഞിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. VHPയുടെ തന്നെ ഞാൻ വായിക്കാം. VHPയുടെ വാർത്താക്കുറിപ്പാണ്. പാലക്കാട് സംഭവം സന്ദീപ് വാര്യർ രാഷ്ട്രീയം കളിക്കുന്നു. കൊച്ചി പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് വാര്യർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി, ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ എന്നിവർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ ഭാഗമായി ഒരേ വേഷത്തിൽ പാട്ടും നൃത്തവുമായി കുട്ടികളെ ഘോഷയാത്രയെ സ്കൂളിന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ബജരംഗ് ദൾ ജില്ലാ സംയോജക് സുശാസനനും ബജരംഗ് ദൾ ജില്ലാ സംയോജക് സുശാസനനും ഖണ്ഡ് പ്രസിഡന്റ് വേലായുധനും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജില്ലാ അധ്യക്ഷനാണോ അതോ പഞ്ചായത്ത് അധ്യക്ഷനാണോ എന്നറിയില്ല. ഖണ്ഡ് പ്രസിഡന്റ് വേലായുധനും അവിടെ എത്തി ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അനുവാദം തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ബാക്കി അസഭ്യം പറഞ്ഞായിരുന്നു അവരവരുടെ വാർത്താക്കുറിപ്പ് പറയില്ലല്ലോ. മര്യാദ കാണിച്ചിറങ്ങിപ്പോയി. അതാണ് വസ്തുത. VHP പറയുന്നതാണ്. അവരുടെ നേതാക്കളാണ്, സംഘപരിവാർ നേതാക്കളാണ്. അല്ല, അത് പ്രാദേശികമായിട്ട് ആർക്കെങ്കിലും അത്തരത്തിൽ ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അത്ര സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിരുന്നില്ല ഹാഷ്മി. ഇപ്പോഴാണ് താങ്കൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാനത് കാണുന്നത്. അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ തള്ളി പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനെ ആർക്കെങ്കിലും അതിനകത്ത് ചുമതലയുള്ള ആൾക്കാരാരെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്ന് തന്നെയാണ് പറയുന്നത്. അത് അങ്ങേയറ്റം നിന്ദ്യമായി പോയി എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ള കാര്യം ശ്രീ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് അങ്ങ് പോയി പറയണം. ഈ ചർച്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോധ്യപ്പെട്ടു ഇവർ സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. അതുകൊണ്ട് താങ്കൾ നേരത്തെ അവർ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളല്ല എന്ന പ്രസ്താവനയിൽ അവ്യക്തതയുണ്ട് ഞാൻ സമ്മതിക്കുന്നു. അവ്യക്തതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു ഹാഷ്മി. പിന്നെ ബജരംഗ് ദൾ ജില്ലാ സംയോജക് സുശാസനൻ, ഖണ്ഡ് പ്രസിഡന്റാണ് വേലായുധൻ, മറ്റൊരാൾ അവരുടെ ജില്ലാ അധ്യക്ഷനാണ്.
ഞാനത് പറയട്ടെ ഹാഷ്മി, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരതിനകത്ത് പോയി ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു അത് തീർത്തും നിരുത്തരവാദപരമായ ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു ക്രിസ്മസ് ആവുന്ന സമയത്ത് പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ പോയിട്ട് ഇപ്പോൾ തടയേണ്ടുന്നതായിട്ടോ ചോദ്യം ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല. അവർ ചോദിച്ചിരിക്കുന്ന കാര്യം ഇനിയിപ്പോൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഈ പുറത്തിറങ്ങി പ്രൊസഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് അനുവാദമുണ്ടോ അനുവാദമില്ലയോ എന്നൊക്കെ ഉള്ള കാര്യം ഇത്തരം ആഘോഷങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഓണം സമയത്ത് ആഘോഷം കുട്ടികൾ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. താങ്കൾ അത് പറയണ്ട. ഈ VSP പറയുന്ന കള്ളം താങ്കൾ ആവർത്തിക്കണ്ട. അവർ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആ കുഞ്ഞുങ്ങൾ സ്കൂളിനകത്ത് മാത്രം നിൽക്കായിരുന്നു. ആ കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന അധ്യാപകരും ഇവരകത്തേക്ക് ഇരച്ചു കയറിപ്പോയി അസഭ്യം പറയുകയും വൃത്തികേടാണെങ്കിൽ ചെയ്യുകയായിരുന്നു. അല്ലാതെ എന്തൊരു VSP പറയുന്ന കള്ളമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അത് പച്ചക്കള്ളമാണ്. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല യുവരാജ്, അത് വിശ്വസിക്കാം. ശരി, അങ്ങനെ അല്ല, ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ. അവരിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നാൽ പോലും എന്നാണ് ഞാൻ പറഞ്ഞത്. അവരിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നാൽ പോലും അതൊന്നും അനാവശ്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഓണം സമയത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സ്കൂളുകളിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആരും അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് പോലൊരു ആഘോഷം നടക്കുന്ന സമയത്തും അത് ചോദ്യം ചെയ്യാൻ പോകേണ്ടുന്നതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ഇവരെ ആരെയും അത്തരം പണികൾ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. അവരത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഇതുമായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി തള്ളി പറഞ്ഞ് അഭ്യർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞ ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖമാസിക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സംഗതിയിൽ ജനുവരി 2, 2023 എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഈ ന്യൂ ഇയർ ക്രിസ്മസ് സമയത്ത് ഈ പറഞ്ഞ ക്രിസ്മസ് ആഘോഷങ്ങളെ, ന്യൂ ഇയർ ആഘോഷങ്ങളെ അങ്ങേയറ്റം അവമതിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എല്ലാ ലക്കത്തിലും ഉണ്ടാവാറുണ്ട് ആ സമയത്ത്. അത് കഴിഞ്ഞ വർഷത്തെ ലേഖനം ഇങ്ങനെയായിരുന്നു: ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് ഓഫ് ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വിനാശകരമായ ആഘോഷങ്ങൾ. ഏതാണ് ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷങ്ങൾ? അതിൽ പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയോ മരം വെട്ടുകയാണ്, എന്തൊക്കെയോ അതിൽ കാണാത്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ല കേട്ടോ. അതിഭീകരമായ നീചമായ എന്തോ ആഘോഷമാണെന്ന് പറയുന്നത് അത് പ്രഫുല്ല കേത്കർ ആണ്. ആരെങ്കിലും ഒരാളെന്ന് പറയരുത്, ഓർഗനൈസറിൻ്റെ എഡിറ്ററാണ്. അത് കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം എന്തായിരുന്നു അറിയാമോ? അതിന് മുമ്പത്തെ വർഷം അതിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: ക്രിസ്മസ് ന്യൂ ഇയർ നൈദർ സോ മെറി നോർ സോ ഹാപ്പി. അതിൽ പറഞ്ഞ വേറെ എന്തൊക്കെയായിരുന്നു? അതിൽ പറഞ്ഞ ഈ ആഘോഷം എന്തോ വിദേശ ആഘോഷമാണ്, അമേരിക്കനൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതും എഴുതി ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആരോ. അപ്പോൾ ഈ ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖമാസികയിൽ വരുന്ന ഇത്തരത്തിലൊരു മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആഘോഷത്തെ അവമതിക്കുന്ന ഈ ലേഖനങ്ങൾ കൂടി അങ്ങ് തള്ളിപ്പറയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശിവരാജ് ഗോകുൽ അല്ല, ഓർഗനൈസർ അല്ല ഹാഷ്മി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതൊരു ഉത്സവത്തിനെയും വിമർശിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ തൃശ്ശൂർ പൂരം തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഇടതുപക്ഷ NGOകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് തൃശ്ശൂർ പൂരം നടത്തുന്ന എന്തോ കുഴപ്പമാണ്, ആനയെ എഴുന്നള്ളിക്കുന്ന വലിയ പ്രശ്നമാണ് എന്നും പറഞ്ഞുകൊണ്ട് നെടുനീളം ലേഖനങ്ങൾ എഴുതി വിടാറുണ്ട്. അവിടെ വെടിക്കെട്ട് നടത്തുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഈ ദീപാവലി ആഘോഷ സമയത്ത് ഇന്ത്യയിൽ ഒട്ടുമുക്കാലിടത്തും ഈ പറയുന്ന ഇടതുപക്ഷ NGOകളും ഈ പറയുന്ന ക്രിസ്ത്യൻ NGOകളും ഇസ്ലാമിക് NGOകളും അങ്ങനെ പല NGOകളും എല്ലാവരും തന്നെ ചേർന്നിട്ട് ദീപാവലി ആഘോഷിക്കുന്നത് എന്തോ തെറ്റാണ്, അതിനകത്ത് എന്തോ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ഹിന്ദു സംഘടനകൾക്കും ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ഹിന്ദു സംഘടനകൾക്കും അല്ല കരി വേണ്ട, കരിമരുന്ന് വേണ്ട എന്നൊക്കെ പറയുന്ന അല്ല കംപ്ലീറ്റ് ചെയ്യട്ടെ, കരി വേണ്ട, കരിമരുന്ന് വേണ്ട എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ അവർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് ഉത്സവമായിരുന്നാലും ശരി തന്നെയാണ്, ഏത് ആഘോഷമായിരുന്നാലും ശരി തന്നെയാണ്. ആഘോഷങ്ങളുടെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതാണ്. ഓർഗനൈസർ എന്ന് പറയുന്ന വീക്കിലിൽ ഒരുപാട് പേര് ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട്. അത്തരം ആർട്ടിക്കിൾസ് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായവും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ല, ആരെങ്കിലും പറഞ്ഞില്ലല്ലോ, ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സാധനം അതിനകത്ത് ശ്രീ ആരൊക്കെയാണ് മാൽക്കാനിയൊക്കെ ഇരുന്ന അങ്ങനെ മുതിർന്ന RSS നേതാക്കൾ ഇരുന്ന ആദ്യ പദവിയിലിരിക്കുന്ന ആളാണ് ഈ ക്രിസ്മസ് ആഘോഷം വിനാശകരമായ RSSനകത്ത് നിരീശ്വരവാദികളുണ്ടെന്നേ. ഹാഷ്മി, RSSനകത്ത് നിരീശ്വരവാദികൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പക്ഷെ ശബരിമല വിഷയം വരുന്ന സമയത്ത് RSSനകത്ത് എത്ര അഭിപ്രായം വന്നു? അഭിപ്രായ സമന്വയത്തിലേക്ക് വരുന്നതല്ലേ? ഇത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അഭിപ്രായം ഉണ്ടാവും, അഭിപ്രായ RSSന്റെ ശബരിമല സുചിന്തിതമായ ആദ്യ നിലപാട് സ്ത്രീകളെ കയറ്റണം എന്ന് തന്നെയായിരുന്നു. അത് ഇവിടുത്തെ RSS നേതാക്കളൊക്കെ പരസ്യമായി എഴുതിയതാണ്. പിന്നീടാണല്ലോ അതിന്റെ ഒരു ടേൺ ഉണ്ടാവുകയും സ്വർണ്ണാവസരം എന്നുള്ള ആംഗിൾ വരികയും പിന്നെ ചർച്ച. ശരിയാണ്. ക്രിസ്മസിനെ കുറിച്ചിട്ട് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല.